ഹലോ എവരിവൺ, വെൽക്കം ടു ഐ+. സോ ഇന്നിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടല്ലോ നമ്മുടെ സിലബസിൽ. മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, അങ്ങനെ സിലബസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടല്ലോ. അതിലെ ജനറൽ ഇംഗ്ലീഷ്, ആ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് കാറ്റഗറിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ബ്രോഡ് കാറ്റഗറിയെ ഒന്ന് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞ 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വെളിച്ചത്തിൽ ഞാനൊന്ന് വിലയിരുത്തുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. സോ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷിൻ്റെ സ്ട്രാറ്റജിയും ഫൗണ്ടേഷനും. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ജനറലായി 1-2 കാര്യങ്ങൾ പറയാം. മെനി സ്റ്റുഡൻസ് ആർ അഫ്രൈഡ് ഓഫ് ജനറൽ ഇംഗ്ലീഷ് ബിക്കോസ് ദേ തിങ്ക് ഇറ്റ് ഇസ് അൺപ്രഡിക്റ്റബിൾ ഓർ ടു വാസ്റ്റ്. ഇപ്പോൾ നമുക്കറിയാം ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രോഡ് കാറ്റഗറിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആർട്ടിക്കിൾസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, പിന്നെ എറർ കറക്ഷൻസ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ പല കുട്ടികൾക്കും, ഞാൻ ഒരുപാട് ആൾക്കാരോട് പേഴ്സണലി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം നോക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു 50 മാർക്കിന് ഇംഗ്ലീഷ് അല്ലേ, അത് പാടാണ്. കാരണം എല്ലാവരും വിചാരിക്കുന്നത് അത് അത്രയും പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു ടാസ്ക്കാണ്. മാത്രമല്ല ഇറ്റ്സ് ടു അൺപ്രഡിക്റ്റബിൾ ഓർ ഇറ്റ്സ് ടു വാസ്റ്റ്. ഈ ഒരു ഉത്തരമാണ് ഒരുപാട് ആൾക്കാരിൽ നിന്ന് എനിക്ക് കിട്ടാറുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് എക്സാം ഇസ് ഹൈലി പ്രഡിക്റ്റബിൾ. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കഴിഞ്ഞ ഒരു 3-4 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നല്ലതുപോലെ ഡീകോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ പ്രഡിക്റ്റബിൾ ആയ ഒരു പരീക്ഷ തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം. കേരള ഹൈക്കോർട്ട് ഡസ് നോട്ട് ടെസ്റ്റ് ഡിഫിക്കൽട്ട് ലിറ്ററേച്ചർ ഓർ അഡ്വാൻസ്ഡ് അക്കാഡമിക് ഇംഗ്ലീഷ്. ഇത് ആദ്യം മനസ്സിലാക്കുക. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഏറ്റവും പാടായ അല്ലെങ്കിൽ ഏറ്റവും സങ്കീർണമായ സാഹിത്യത്തിൽ നിങ്ങൾക്ക് വിവരമുണ്ടോ എന്നുള്ളതല്ല, മറിച്ച് ഇറ്റ് ടെസ്റ്റ് ഗ്രാമർ ആക്യുറസി. ഗ്രാമറിൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രാവീണ്യമുണ്ടോ, കോമൺ വൊക്കാബുലറി, ദെൻ ഇഡിയംസ്, അതോടൊപ്പം സെന്റൻസ് യൂസേജ്, റീഡിംഗ് സ്കിൽസ്, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് സെക്ഷൻസ് ടു ഇംപ്രൂവ് ക്വിക്ലി ഇഫ് യു പ്രിപ്പയർ സ്മാർട്ട്ലി. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ജനറൽ ഇംഗ്ലീഷ്. അപ്പോൾ വീണ്ടും മനസ്സിലാക്കുക, ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഏരിയ അത് വളരെ വാസ്റ്റ് ആണ്, വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് എന്നൊരു ധാരണ വേണ്ട. നിങ്ങൾ കഴിഞ്ഞ 2-3 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലതുപോലെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പ്രഡിക്റ്റബിൾ ആയ പരീക്ഷ തന്നെയാണ്. അതുകൊണ്ട് ഈ സിലബസിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇനി ഞാൻ ഈ 50 മാർക്കിന് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, അറിയാമല്ലോ. ഇംഗ്ലീഷ്, പിന്നെ മാത്സ്, പിന്നെ മറ്റു കുറേ കാര്യങ്ങൾ. ഇപ്പോൾ സിലബസിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ജനറൽ ഇംഗ്ലീഷിലേക്ക് വരാം. ഡീകോഡഡ് ജനറൽ ഇംഗ്ലീഷ് സിലബസ്. ആ സിലബസ് ഞാനൊന്ന് റീഫോർമുലേറ്റ് ചെയ്യുകയാണ്. കാരണം ഞാൻ കഴിഞ്ഞ 2-3 എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വിശദമായ ഒരു അനാലിസിസ് ഒക്കെ നടത്തി. അതിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങൾ. പാർട്ട് 1 പല പാർട്ടായിട്ട് നമുക്ക് നോക്കാം. ഹയസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ട ഇതിനാണ്, ഗ്രാമർ ആൻഡ് എറർ ഡിറ്റക്ഷൻ. അതായത് ഇംഗ്ലീഷ് ഗ്രാമർ മാത്രമല്ല, ഗ്രാമർ സെന്റൻസിലുള്ള എറർ ഡിറ്റക്ഷൻ, തെറ്റുകുറ്റങ്ങളുള്ളത് കണ്ടുപിടിക്കുക. അതിനാണ് നിങ്ങൾ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഈ ഒരു സെക്ഷൻ, ഗ്രാമർ ആൻഡ് എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഈ സെക്ഷന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 15 തൊട്ട് 18 മാർക്കാണ്. അത്രയും ചോദ്യങ്ങളാണ്. ഓക്കെ, ചോദ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. 15 to 18 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആ മാർക്സ് നമ്മൾ പറഞ്ഞെന്ന് മാത്രം. ഇത്രയധികം ചോദ്യങ്ങൾ വരുന്നത് അവിടുന്നാണ്. ഓക്കെ, ഗ്രാമർ ആൻഡ് എറർ ഡിറ്റക്ഷൻ, ദിസ് ഇസ് ദ മോസ്റ്റ് റിപ്പീറ്റഡ്ലി ടെസ്റ്റഡ് ഏരിയ. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ഏരിയ ഇതാണ്, ഗ്രാമർ ആൻഡ് എറർ ഡിറ്റക്ഷൻ. സോ നമ്മൾ ജനറൽ ഇംഗ്ലീഷ് സിലബസ് ഒന്ന് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രയോറിറ്റി വൈസ് നമുക്ക് തിരിക്കാൻ സാധിക്കും. പ്രയോറിറ്റി വൈസ് തിരിക്കുമ്പോൾ ഗ്രാമർ ആൻഡ് എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഈ സെക്ഷനാണ് ഏകദേശം 15 തൊട്ട് 18ഓളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ, ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയ. അവിടെ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്? ഗ്രാമർ ആൻഡ് എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, ആർട്ടിക്കിൾസ്. അറിയാലോ, ആർട്ടിക്കിൾസ് പറയുമ്പോൾ നമ്മൾ പറയും വളരെ എളുപ്പമില്ല, എ ആൻഡ്. അത് കുറച്ച് ട്രിക്ക്, സ്മാർട്ടായ ട്രിക്കുകളുണ്ട് പഠിക്കാനുള്ളത്. എക്സാമ്പിൾസ് എ ആൻഡ്, പിന്നെ 0 ആർട്ടിക്കിൾ, എവിടെയെങ്കിലും 0 ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾ അവിടെ ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ്. പിന്നെ അതുപോലെ തന്നെ ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ പ്ലേസ്മെന്റ്, ഇതൊക്കെയാണ് സാധാരണ ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. സോ ആർട്ടിക്കിൾസ് ആണ് പ്രധാനപ്പെട്ട ഒരു ഏരിയ അവിടെ. ദെൻ പ്രിപ്പോസിഷൻസ്, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ കുഴപ്പിക്കുന്ന ഏരിയ.
പ്രിപ്പോസിഷൻസ് നമുക്കറിയാലോ, ഡിപ്പെൻഡ് ഓൺ, ഇൻട്രസ്റ്റഡ് ഇൻ, ഗുഡ് ആറ്റ്, ഡിഫറൻറ്റ് ഫ്രം, പ്രിഫർ ടു, എമംഗ്, ബിറ്റ്വീൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും? ഈ പ്രിപ്പോസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അറിയാലോ, എന്തായാലും ഷുവർ ഏരിയ ആണ്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണത് പ്രിപ്പോസിഷൻ. അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. കുറച്ചൊന്നും അല്ല ഇത് വിദ്യാർത്ഥികളെ കുഴപ്പിക്കാറുള്ളത്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, എക്സാമ്പിൾ there is ആണോ ആർ ആണോ, neither of them is or are, each student have or has, വെരി ലൈക്ലി റക്കറിങ് ആണ്, ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴും നിങ്ങൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, സോ റിപ്പീറ്റഡ് ആയ ഒരു ഏരിയ ആണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ദെൻ ടെൻസസ്, അറിയാലോ, നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങുന്ന കാര്യമാണ്. പക്ഷെ എപ്പോഴും നല്ലപോലെ സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. ടെൻസസ്, ഫോർ എക്സാമ്പിൾ സിൻസ്, ഫോർ, പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കൂടുതലും ടെൻസിൽ നിന്ന് ഈ ചോദ്യങ്ങളാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. സിൻസ്, ഫോർ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിനെ ബേസ് ചെയ്ത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ ബേസ് ചെയ്ത് ചോദിക്കുന്നത് ഈ ഭാഗങ്ങളാണ്. ടെൻസസ് എന്ന് പറയുമ്പോൾ, ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അതിനകത്തുള്ള ഡിവിഷനൊക്കെ പഠിക്കാനുണ്ടെന്ന് പറയുമ്പോഴും കുറച്ച് സ്പെസിഫിക് ആയിട്ട് ഈ ഏരിയയിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ എറർ സ്പോട്ടിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം. ഈ ഫസ്റ്റ് പാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഈ എറർ സ്പോട്ടിങ്. അതായത് ഒരു ഗ്രാമറിൽ ഒരു സെന്റൻസ് തരുന്നു, അതിനകത്ത് ഗ്രാമാറ്റിക്കൽ എറർ കണ്ടുപിടിക്കണം. ഇപ്പൊ പാറ്റേൺ എന്ന് പറയുന്നത് നോക്കിയേ, സെന്റൻസ് ഇസ് ഡിവൈഡ് ഇൻടു 4 പാർട്സ്, ഐഡന്റിഫൈ ഇൻകറക്റ്റ് പാർട്ട്. ഒരു സെന്റൻസ് ഇങ്ങനെ, എക്സാമ്പിൾസ് ഫ്രം പേപ്പേഴ്സ്, കഴിഞ്ഞ പേപ്പേഴ്സിലെ തന്നെ ഉദാഹരണങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ദ പോയട്രീസ് ഓഫ് കിപ്ലിംഗ് ഡിസ്കസ് അബൌട്ട് ദ പ്രോബ്ലം, there are no sugar and യൂറോപ്യൻ കൺട്രി, ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഈ ഫ്രേസസ് എല്ലാം തന്നെ, ഈ പാർട്സ് എല്ലാം തന്നെ ഒരു സെന്റൻസിലെ ഭാഗമാണ്. ഇപ്പൊ ഇവിടുത്തെ തെറ്റെന്നാണ്, പോയട്രീസ് എന്ന് നമ്മൾ പറയാറില്ല, ഡിസ്കസ് അബൌട്ട് പറയാറില്ല, ആൻഡ് യൂറോപ്യൻ എന്ന് പറയാറില്ല. മനസ്സിലായില്ലേ? ഒരു സെന്റൻസ് 4 പാർട്ടായിട്ട് തന്നിട്ട് ആ ഇൻകറക്റ്റ് പാർട്ട് ഏതാന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. ഓർത്ത് വെക്കുക, അവിടുന്ന് എറർ സ്പോട്ടിംഗ് ഒരു 5 തൊട്ട് 8 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം കേട്ടോ. 5 to 8 ക്വസ്റ്റ്യൻസ് എറർ സ്പോട്ടിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നല്ലൊരു ശതമാനം ആയില്ലേ അത് ഇത്ര ആയപ്പോൾ തന്നെ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഈ എറർ സ്പോട്ടിംഗ് അത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും നല്ലപോലെ പഠിച്ചു വെക്കേണ്ടത് കൗണ്ടബിൾ, അൺകൗണ്ടബിൾ നൗൺസ്, ദെൻ റിഡൻഡൻസി, ആർട്ടിക്കിൾ എറേഴ്സ്, എഗ്രിമെന്റ് എറേഴ്സ്, റോങ് പ്രിപ്പോസിഷൻസ്. ഈ പറഞ്ഞ സാധനങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് ഇത് വരുന്നത്. മനസ്സിലായി? എറർ സ്പോട്ടിംഗ് വരുന്നത് പ്രിപ്പോസിഷനെയും അതുപോലെ ആർട്ടിക്കിൾസിനെയും സബ്ജക്ട് വെർബ് എഗ്രിമെന്റിനെയൊക്കെ ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. പക്ഷേ കൗണ്ടബിൾ, അൺകൗണ്ടബിളും ട്രിക്കി ആയിട്ട് ചോദിക്കാറുണ്ട്. മനസ്സിലായല്ലോ? സോ എറർ സ്പോട്ടിംഗ് ഫസ്റ്റ് പാർട്ടിലെ ക്രൂഷ്യൽ ഏരിയ ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഉള്ളത് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഗ്രാമർ ആൻഡ് എറർ ഡിറ്റക്ഷൻ പാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ. ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുക, തിരിച്ചും. അതുപോലെ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, തിരിച്ചും. പിന്നെ ഡിഗ്രി ചേഞ്ച്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, സൂപ്പർലേറ്റീവ്, കമ്പാരിറ്റീവ്, അതിലേക്ക് മാറ്റണം. പിന്നെ ടു, സോ ദാറ്റ്, നൈദർ നോർ, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അതേ ബേസ് ചെയ്തൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ വി ഹാവ് ക്വസ്റ്റ്യൻ ടാഗ്സ്, ലൈക്ക് വി വിസിറ്റ് ദം, ഡിഡിൻ വി, ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ അറിയാലോ. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ ഇംഗ്ലീഷിന്റെ സിലബസ് ഒന്ന് ഡീകോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗ്രാമർ ആൻഡ് എറർ ഡിറ്റക്ഷൻ ആണ്. അവിടെ ഇത്രയും കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ ടാഗ്, സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ, പ്രിപ്പോസിഷൻ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, എറർ ഡിറ്റക്ഷൻ, ഇത്രയും കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് വരാം. ഒരു പക്ഷേ ആദ്യത്തെ പാർട്ടിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് വൊക്കാബുലറി. കാരണം 12 തൊട്ട് 15 ചോദ്യങ്ങൾ ഇവിടെ വരും. 12 തൊട്ട് 15 ചോദ്യങ്ങളാണ് വൊക്കാബുലറി പാർട്ടിൽ വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അവിടെ? സിനോണിംസ് ഓർ നിയർ സിനോണിംസ്, അതായത് 4 വാക്ക് എന്നിട്ട് പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഫാസിനേറ്റ്, ചാം, അല്യൂർ, മാഗ്നിഫൈ. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് മാഗ്നിഫൈ നമുക്ക് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ബാക്കി എല്ലാത്തിനും സിമിലർ, ഏകദേശം സിമിലർ മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സിനോണിംസ്, നിയർ സിനോണിംസ്, ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. ആ രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ആന്റോണിംസ് മീൻസ്
അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്സ്, ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്. അപ്പൊ നല്ലൊരു പദസമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, നല്ല വൊക്കാബുലറി ഉണ്ടാവണം. ദെൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, എ പേഴ്സൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. അയാളെ നമ്മൾ മിസാൻത്രോപ്പ് എന്ന് വിളിക്കും. മനുഷ്യരെ ഇഷ്ടമല്ലാത്ത മനുഷ്യവിരുദ്ധനായ ഒരു വ്യക്തിയെ മിസാൻത്രോപ്പ് എന്ന് വിളിക്കും. പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ് അവിയറി, സ്പീക്കിംഗ് ടു വൺ സെൽഫ് അറിയാലോ സോളിലക്കി. ദെൻ വൺ ഹു ഡസൻ ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കാത്ത വ്യക്തി എത്തിസ്റ്റ്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ അതിന് 2020 ചോദ്യ പേപ്പറിൽ ഹെവി എംഫസിസ് ഉണ്ടായിരുന്നു. സോ പ്രിപ്പയർ അറ്റ്ലീസ്റ്റ് 300 to 400 കോമൺ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. വളരെ കോമൺ ആയ ഒരു 400 അടുപ്പിച്ച് ഇത്തരം വാക്കുകൾ പഠിച്ചിട്ട് പോകണം. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുമ്പോൾ സിനോണിംസ്, ആന്റോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ദെൻ വി ഹാവ് സ്പെല്ലിംഗ് കറക്ഷൻ. ഒരു ഗ്യാരണ്ടീഡ് ടോപ്പിക് ആണ്, കണ്ടില്ല, അത്രത്തോളം ഉറപ്പുള്ളത് ഞാൻ ഇവിടെ കൊടുക്കും. ഗ്യാരണ്ടീഡ് ടോപ്പിക് ആണ് സ്പെല്ലിംഗ് കറക്ഷൻ. കരീബിയൻ, ഗ്രാമർ, സെപ്പറേറ്റ്, അഡ്ജസന്റ്, എംബാരസ്, അക്കോമഡേറ്റ്, ഇതൊരു 3 to 5 ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് വന്ന് കണ്ടുള്ളത്. സോ അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മനസ്സിലായല്ലോ? സ്പെല്ലിംഗ് കറക്ഷൻ, ഒരു വാക്ക് എന്നിട്ട് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്, അതൊക്കെ നമ്മൾ കറക്റ്റ് സ്പെല്ലിംഗ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് വായന നമ്മുടെ എന്താ പറയുക, ദിനം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാക്കി മാറ്റണം. ഓക്കെ, ദെൻ വേർഡ് മീനിങ് ഓർ ലാറ്റിൻ എക്സ്പ്രഷൻസ്. ഇപ്പോൾ അത് കുറച്ച് ലീഗൽ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഡിഫാക്റ്റോ, ഡിയോറെ, ബണഫൈഡ്, പ്രിമാഫേസിയെ, സ്റ്റാറ്റസ് കോ. സ്റ്റാറ്റസ് കോ ഒക്കെ എന്താ പറയുക, കുറച്ചുകൂടെ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ ലാറ്റിൻ എക്സ്പ്രഷൻസും വേർഡ് മീനിങ്സും അറിഞ്ഞിട്ട് പോകണം. അതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. പാർട്ട് 3 വന്നു കഴിഞ്ഞാൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. സോ നമ്മൾ 3 പാർട്ടായിട്ട് തിരിച്ചു. ഗ്രാമർ ആൻഡ് വൊക്കാബുലറി കഴിഞ്ഞു, സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു, ഇപ്പോൾ 3rd പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. 5 to 8 ചോദ്യങ്ങളാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. എക്സ്പെക്ടഡ് വെയിറ്റേജ് 5 to 8 ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടോണേ. ചിക്കൻ ഹാർട്ടഡ്, ആറ്റ് 6s at 7s, ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ക്യാച്ച് 22, ബ്ലാക്ക് ഷീപ്പ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് കോമൺ ആയതുകൊണ്ട് അറിയായിരിക്കും. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തിരി ചോദിച്ചു കണ്ടുള്ളത്, റെക്കറിംഗ് ആയിട്ട് ചോദിച്ചു കണ്ടുള്ളത്. സോ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ദെൻ ദിസ് എ മസ്റ്റ് കവർ ഏരിയ. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, മീനിങ്ങും അതിന്റെ യൂസേജും കൂടെ ചേർത്ത് പഠിക്കണം. അറ്റ്ലീസ്റ്റ് 500 ഹൈ ഫ്രീക്വൻസി ഇഡിയംസ്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോമൺ ആയിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടുള്ള ഒരു 500 ഇഡിയംസ് പഠിച്ചിട്ട് പോകും. 500 ഇഡിയംസ്. ഇതൊരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇത്തിരി പണി എടുക്കേണ്ട ഒരു ഏരിയ ആണ്. മനസ്സിലായില്ലേ? ദെൻ പാർട്ട് 4 സെന്റൻസ് കംപ്ലീഷൻ ആണ്, മീൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നോക്കിയേ, 4 to 6 മാർക്ക് ചോദിക്കാൻ, 4 to 6 ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. നോക്കിയേ, ഐ വിഷ് ഡാഷ് വുഡ് റെയിൻ, there are in dash oranges, he is wealthy dash he does not waste money. അങ്ങനെ കുറെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സാധനങ്ങൾ വരും, സെന്റൻസ് കംപ്ലീഷൻ സാധനങ്ങൾ വരും. ഓക്കെ, അപ്പൊ അത് കവർ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും കൺജങ്ഷൻസ്, അതുപോലെ തന്നെ ഡിറ്റർമൈനേഴ്സ്, മോഡൽസ്, വേർബ് ഫോംസ്, പ്രോണൗൺസ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം. മനസ്സിലായില്ലേ? ദെൻ പാർട്ട് 5 എന്ന് പറയുന്നത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ലിറ്റററി യൂസേജ്. ഇത് പക്ഷേ ലോ അല്ലെങ്കിൽ മോഡറേറ്റ് പ്രയോറിറ്റി ആണ്. പിന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ മോഡറേറ്റ് പ്രയോറിറ്റി എന്നൊരു സാധനമില്ല. പ്രയോറിറ്റി മോഡറേറ്റ് ആണെങ്കിലും അത് പഠിച്ചിട്ട് പോകാന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ സിമിലി, മെറ്റഫർ, യൂഫെമിസം. ഇപ്പോൾ പാസ് അവേ എന്ന വാക്കിനൊരു യൂഫെമിസം പിക്ക് ചെയ്യുക, ഇതൊക്കെ പണ്ട് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അളവിൽ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, അതില്ല എന്നല്ല ഇതിനർത്ഥം. ഓക്കെ, ദെൻ ആക്ച്വൽ എക്സാം സ്റ്റൈലിലേക്ക് വരാം. അപ്പൊ ഇനി നമ്മൾ ഏകദേശം സിലബസിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ജനറൽ ഇംഗ്ലീഷിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് പ്രയോറിറ്റി അനുസരിച്ച് ഞാൻ ടോപ്പിക് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓർക്കേണ്ട കാര്യം, ഈ പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണ്? കഴിഞ്ഞ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ വിശദീകരിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് ഒരു മോഡറേറ്റ് സ്റ്റൈലാണ്. ഓക്കെ, ഒരു മോഡറേറ്റ് SSC PSC സ്റ്റൈലാണ്, നോട്ട് UPSC ലെവൽ. ഒരു UPSC ലെവൽ ഡിഫിക്കൽട്ടി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് ജനറൽ ഇംഗ്ലീഷ് ടോപ്പിക്കിലൊന്നും അത്രയും ആഴത്തിൽ ഗ്രാമർ ടെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നുമില്ല. മോഡറേറ്റ് കാര്യങ്ങളേ ഉള്ളൂ. മീൻസ് നോട്ട് ഈസി, നോട്ട് ഡിഫിക്കൽട്ട്, മോഡറേറ്റ്. സോ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആക്യുറസി,
ഗ്രാമർ റൂൾസ്, കോമൺ വൊക്കാബുലറി, ക്ലാസിക് ഇഡിയംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിച്ചിട്ട് പോകണം. ആക്യുറസി, ഈ പറഞ്ഞ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, അത്തരം ആർട്ടിക്കിൾസ്, അതിന്റെ പ്ലേസ്മെന്റ്സിലൊക്കെ നിങ്ങൾ ഷാർപ്പായിരിക്കണം. ഗ്രാമർ റൂൾസ് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ടെൻസസിനകത്ത് റൂൾസ് ഒക്കെ നല്ലപോലെ അറിഞ്ഞിരിക്കണം. കോമൺ വൊക്കാബുലറിയെ കുറിച്ച് അത്യാവശ്യം കുറെ നല്ല പദസമ്പത്ത് നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇഡിയംസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ഇനി നമുക്ക് പ്രയോറിറ്റി റാങ്കിങ് നമുക്ക് നോക്കാം. കേട്ടോളൂ, ഓരോ ടയറായിട്ട് നമുക്ക് തിരിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി പ്രയോറിറ്റി വൈസ് ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഓരോന്നും എവിടുന്നൊക്കെ എത്ര പ്രതീക്ഷിക്കാം. ഇനി ടയർ 1 ആദ്യം പഠിച്ചു തീർക്കേണ്ടത്, ആദ്യം മാസ്റ്റർ ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? എറർ സ്പോട്ടിംഗ്, ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, സ്പെല്ലിംഗ് കറക്ഷൻ. ഈ 6 ഏരിയ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കണം. ടയർ 1 എന്ന് പറയുന്നത് ഇത്രയാണ്, ഓർത്തു വെക്കുക. ആർട്ടിക്കിൾസ്, പ്രപ്പോസിഷൻസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അതിനർത്ഥം ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും ഇഡിയംസ് ആൻഡ് ഫ്രേസസും എല്ലാം ഇപ്പോൾ തന്നെ നിങ്ങൾ കളക്ട് ചെയ്ത് തുടങ്ങുക കഴിയുന്നത്ര. കോമൺ ആയിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അത്രയും യൂസേജുകളൊക്കെയുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കഴിയുന്ന ഇപ്പോഴേ കളക്ട് ചെയ്ത് തുടങ്ങുക. മനസ്സിലായല്ലോ? എന്നിട്ട് ഒരു ദിവസം 10 എണ്ണം വെച്ച് പഠിക്കും. ഒരു ദിവസം 10 എണ്ണം ആയപ്പോൾ എത്രയായി? 10 ദിവസമായപ്പോൾ 100 എണ്ണം ആയില്ലേ? അതായത് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പഠിച്ചു തീർക്കാൻ പറ്റും. ഒരു ദിവസം നിങ്ങൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒരു ദിവസം 10 എണ്ണം വെച്ച്, ഒരു ദിവസം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 10 എണ്ണം വെച്ച് പഠിക്കും. വെറും നിസ്സാരമായ 10 എണ്ണം. നിങ്ങൾ വിചാരിക്കും പിന്നീട് എപ്പോഴെങ്കിലും ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാം. അങ്ങനെയല്ല, ഒരു ദിവസം ഇപ്പോഴേ 10 എണ്ണം വെച്ച് പഠിച്ചു തുടങ്ങി. ഒരു മാസം കൊണ്ട് 300 എണ്ണം. നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ ഇത് നല്ലപോലെ പഠിച്ച് തീർത്തൊരവസ്ഥയിലായിരിക്കും നിങ്ങൾ ഇപ്പോഴേ പഠനം തുടങ്ങുകയാണെങ്കിൽ. ടയർ 2യിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ടെൻസസ്, ഓക്കെ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതാണ് ടയർ 2യിലേക്ക് വരുന്നത്. അതോടൊപ്പം സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ, ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക്, ഇതൊക്കെയാണ് ടയർ 2ൽ വരുന്ന കാര്യങ്ങൾ. ടയർ 3യിലേക്ക് വരുമ്പോൾ കോമ്പിനേഷൻ, അതോടെ യൂഫെമിസം, ഫിഗറേറ്റീവ് യൂസേജ്, ലാറ്റിൻ ടേംസ്, ഇതെല്ലാം നമുക്ക് ടയർ 3യിലേക്ക് വരുമ്പോൾ പിടിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ടോപ്പിക്സ് എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു, എത്രയാണ് വെയിറ്റേജ് വരുന്നത്. ഇനി അത് എങ്ങനെ ഏത് ഓർഡറിൽ പഠിക്കണമെന്നും ഞാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി കേട്ടോളൂ, പ്രെഡിക്റ്റഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഗ്രാമർ ആൻഡ് എറർ ഡിറ്റക്ഷൻ, ആ ഒരു ഏരിയയിൽ എന്തൊക്കെ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞു. 15 തൊട്ട് 18 ചോദ്യം വരെയാണ് മാക്സിമം അവിടുന്ന് വരാനുള്ള സാധ്യത. വൊക്കാബുലറി ബേസ്ഡ് 12 തൊട്ട് 15 ചോദ്യം വരെയാണ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസിനെ ബേസ് ചെയ്ത് 5 തൊട്ട് 8, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആ ഒരു ഏരിയ വെച്ചിട്ട് ഒരു 4 തൊട്ട് 6, പിന്നെ മിസ്സലേനിയസ് ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു 6ഓളം ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, കിട്ടിയല്ലോ? ഇതാണ് ഒരു പ്രെഡിക്റ്റഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറയുന്നത്. പിന്നെ ഇത് എൻ്റെ തോന്നലല്ല, കഴിഞ്ഞ ഒരു 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വെളിച്ചത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ഡീകോഡിംഗ് നടത്തി മനസ്സിലാക്കിയതാണ്. ഇതാണ് ഒരു പ്രെഡിക്റ്റഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. സോ ഇതനുസരിച്ച്, ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ടയർ വൈസ് തിരിച്ചു തന്നത്. സോ ആദ്യമേ ഓരോന്നോരോന്ന് പഠിച്ച് തീർത്ത് പോവുക, ഇതങ്ങ് ഫില്ല് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദ എക്സാമിനർ മൈൻഡ് സെറ്റ് മെത്തേഡ്. ഇനി ഞാൻ എൻ്റെതായിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു എക്സാമിന് എന്തായാലും പ്രിപ്പയർ തുടങ്ങുമ്പോൾ ഏറ്റവും പവർഫുൾ ആയ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്. കാരണം എവറി ഗ്രാമർ ടോപ്പിക് ബിക്കംസ് ഈസിയർ വെൻ യു ആസ്ക് ഹൗ ക്യാൻ ദേ ട്രിക്ക് മീ. ഈ എക്സാമിനർ മൈൻഡ് സെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എങ്ങനെ അവർ നമ്മളെ പെടുത്തും. നമുക്കറിയില്ല, ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഒക്കെ ഓപ്ഷൻസ് കാണുമ്പോഴാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് ഒരുപക്ഷെ ആ ചോദ്യം ഉത്തരം നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ അതിന്റെ കൂടുതൽ ഓപ്ഷൻസ് കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്നത്, അല്ലേ? അപ്പോൾ എല്ലാ ഗ്രാമർ ടോപ്പിക്കും നമുക്ക് എളുപ്പമാവുന്ന എപ്പോഴാണെന്ന് അറിയാമോ? എങ്ങനെ ആയിരിക്കും അവരെന്നെ ട്രിക്ക് ചെയ്യുന്നത്, ഇത് നിങ്ങൾ ആദ്യം പഠിക്കണം. ഇപ്പോൾ നിങ്ങൾ ആർട്ടിക്കിൾസ് പഠിക്കുന്നു, ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾസ് തന്നെ എടുത്തോളൂ. ഇൻസ്റ്റെഡ് ഓഫ് ലേണിംഗ് എ ആൻഡ് ദ, ഇതിന്റെ റൂൾസ് ആദ്യമേ തന്നെ പഠിച്ച് മാസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേർ ഡസ് ദ എക്സാമിനർ വാണ്ട് യു ടു ഫെയിൽ, ഇത് നിങ്ങൾ ആലോചിക്കണം, ഇത് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ആർട്ടിക്കിൾസിനെ ബേസ് ചെയ്ത് എങ്ങനെയായിരിക്കും ട്രിക്കി ക്വസ്റ്റ്യൻ വരുന്നത്, ആർട്ടിക്കിൾസിൽ എന്നെ തെറ്റിക്കാൻ എന്തൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് എക്സാമിനർ മൈൻഡ് സെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം എന്നെ തെറ്റിക്കാനായിട്ട് അയാൾ എന്ത് ചെയ്യും, ആ സാധ്യത അത് നമ്മൾ നോക്കുക. അതായിരിക്കണം നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ട സാധനം. ഫോർ എക്സാമ്പിൾ ആൻ യൂണിവേഴ്സിറ്റി, എ ഓണസ്റ്റ് മാൻ, ദ ഗോൾഡ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് സ്റ്റുഡൻസ് ബിക്കം ട്രാപ്പ് ഡിറ്റക്ടേഴ്സ്.
എക്സാം ട്രാപ്പ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ദിസ് ചേഞ്ചസ് എവറിത്തിങ് സൈക്കോളജിക്കലി. എല്ലാ മാറ്റങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുമ്പോഴും, ഗ്രാമറിൽ ഏത് ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ റൂൾസും കാര്യങ്ങളും പഠിക്കുന്നതിനോടൊപ്പം ഇത് നമ്മളെ തെറ്റിക്കാൻ എങ്ങനെയൊക്കെ ചോദിക്കും. ഇപ്പൊ നമുക്കറിയാം ആനിൻ്റെ ഇപ്പുറത്ത് എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കും. അപ്പൊ ട്രിക്ക് ചെയ്ത് എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത് അത്തരം വാക്കുകളുടെ ലിസ്റ്റ് എടുത്ത് പഠിക്കുക. ഇതൊരു വളരെ പ്രധാനപ്പെട്ട മെത്തേഡാണത്. അതോടൊപ്പം ദ റെഡ് ഫ്ലാഗ് മെത്തേഡ്, ഇതൊരു നല്ല സ്കോർ ബൂസ്റ്റിംഗ് മെത്തേഡാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ റെഡ് ഫ്ലാഗ് വേർഡ്സ്. എന്താണ് ഈ റെഡ് ഫ്ലാഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ? വെനെവർ ദീസ് അപ്പിയർ യു മസ്റ്റ് സ്ലോ ഡൗൺ. അതായത് ഗ്രാമർ പാർട്ടിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ചില വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് കാണുമ്പോൾ നിങ്ങളൊന്ന് അലേർട്ട് ആവണം. ആ അലേർട്ട് ആവുന്ന വാക്കുകളാണ് റെഡ് ഫ്ലാഗ് വേർഡ്സ്. ഗ്രാമറിലെ ചില റെഡ് ഫ്ലാഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈച്ച്, എവരി, നൈദർ, ഐദർ. ഈച്ച് ഓഫ് ദ ബോയ്, ഈച്ച് ഓഫ് ദ ബോയ് ആണോ, ഈച്ച് ഓഫ് ദ ബോയ്സ് ആണോ, നൈദർ കഴിഞ്ഞാൽ നോർ ആണോ, ഓർ ആണോ, വൺ ഓഫ് ദി ബോയ്സ് ആണോ, വൺ ഓഫ് ദി ബോയ് ആണോ, എലോങ് വിത്ത്, ആസ് വെൽ ആസ്, ഡിസ്കസ് അബൌട്ട്, ഡെസ്പൈറ്റ് ഓഫ്, നോ സൂണർ. ഇതെല്ലാം തന്നെ ഗ്രാമറിലെ ഭീകരമായ റെഡ് ഫ്ലാഗ് വേർഡ്സ് ആണ്. റെഡ് ഫ്ലാഗ് വേർഡ്സ് ഇതെല്ലാം. ഈ റെഡ് ഫ്ലാഗ് വേർഡ്സ് കാണുമ്പോൾ നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം. ചാടി കയറി ഓപ്ഷൻ കുത്താൻ നിൽക്കരുത്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്തൊന്ന് ആലോചിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് പ്രസന്റ് ആണോ, ഇസ് പ്രസന്റ് ആണോ, വെയർ പ്രസന്റ് ആണോ, ആം പ്രസന്റ് ആണോ, ആർ പ്രസന്റ് ആണോ, ഇങ്ങനെ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈച്ച്, എവരി, നൈദർ, വൺ ഓഫ് ദി, ഇതെല്ലാം റെഡ് ഫ്ലാഗ് വേർഡ്സ് ആണ്. അവിടെ എത്തുമ്പോൾ ജസ്റ്റ് സ്ലോ ഡൗൺ, ആർത്തി പാടില്ല അവിടെ എത്തുമ്പോൾ. ഓക്കെ. എന്നിട്ട് സാധാരണ സ്റ്റുഡൻസ് ചെയ്യാറുണ്ടെന്ന്, സ്റ്റുഡൻസ് റഷ് ആൻഡ് റൈറ്റ് വെയർ. വേറെ നമ്മളങ്ങ് എഴുതി. ഇപ്പൊ ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് വെയർ, ബട്ട് ഈച്ച് സിംഗുലർ ആണ്. അങ്ങനെ വരുമ്പോൾ കറക്റ്റ് യൂസേജ് വാസ് ആണ്. സോ ദിസ് ടെക്നിക് എലോൺ ഇംപ്രൂവ്സ് എറർ സ്പോട്ടിംഗ് ഡ്രാസ്റ്റിക്കലി. കണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈച്ച് ഓഫ് ദി ബോയ് അല്ലെങ്കിൽ ബോയ്സ് അത് കാണുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ വാസിന് പകരം വേറോ, വേറിന് പകരം വാസോ എടുത്തിടും. പക്ഷെ ആ വാക്ക് വെച്ച് പിടിക്കുക. ഇപ്പൊ ഈച്ച്, ആ റെഡ് ഫ്ലാഗ് വേർഡ് നോക്കുക. ആ വേർഡ് സിംഗുലർ ആണെങ്കിൽ കറക്റ്റ് യൂസേജ് വാസ് ആണ്. അപ്പൊ ഈ ടെക്നിക്ക് മാത്രം മതി നിങ്ങളുടെ എറർ സ്പോട്ടിംഗ് മാറ്റിമറിക്കാൻ. ഓക്കെ. നെക്സ്റ്റ്, ദ ഇംഗ്ലീഷ് ജിം മെത്തേഡ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ജിം മെത്തേഡ്. ഇത്രയേ ഉള്ളൂ. ഇറ്റ് മേക്സ് വീക്ക് സ്റ്റുഡൻസ് കൺസിസ്റ്റന്റ്. കാരണം ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷിൽ ഇത്രയും സിലബസ് ഇല്ലേ. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഒരുപാട് ആൾക്കാരോട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നില്ല ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് ഒരുപാടില്ലേ പഠിക്കാൻ, ഇംഗ്ലീഷ് പാടല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്കുള്ള മെത്തേഡാണ് ഇംഗ്ലീഷ് ജിം മെത്തേഡ്. മീൻസ് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇംഗ്ലീഷ് ഇസ് നോട്ട് എ സബ്ജക്ട്, ഇറ്റ് ഇസ് മസിൽ ട്രെയിനിങ്. ഇംഗ്ലീഷിനെ ഒരു മസിൽ ട്രെയിനിങ് ആയിട്ട് നിങ്ങൾ എടുക്കും. അതായത് ക്രിയേറ്റ് ഡെയിലി മൈക്രോ വർക്ക്ഔട്ട്സ്. ദിവസം വർക്കൗട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ പറയുന്ന പോലെ കൈക്ക് ഒരു മസിൽ വേണം. കൈക്ക് മസിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഈ പറയുന്നത് നമ്മൾ ജിമ്മിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെയോ ഇപ്പോൾ നല്ല കൈക്ക് വേണ്ട വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു മാറ്റം വരും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് കയറ്റി അടിക്കുന്നു, അല്ലെങ്കിൽ വെയിറ്റ് കുറച്ചടിക്കുന്നു, പല പല സെറ്റുകൾ ചെയ്ത് ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് വ്യത്യാസം ഉണ്ടാവും. കൈയൊക്കെ പെരുത്ത് വരും, ചിലപ്പം ഉരുണ്ട് വരും, നല്ല പോലെ വരും. അപ്പോൾ ഇതേ കാര്യം തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ക്രിയേറ്റ് ഡെയിലി മൈക്രോ വർക്ക്ഔട്ട്സ്. ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രാമറിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് പഠിച്ചെടുത്താൽ മതി. അതിന് ഏറ്റവും ലളിതമായ ഒരു വർക്കൗട്ട് സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കിയാൽ മതി. 10 മിനിറ്റ് ഗ്രാമർ, 10 മിനിറ്റ് വൊക്കാബുലറി, 10 മിനിറ്റ് ഇഡിയംസ്, 10 മിനിറ്റ് MCQs. നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള നിങ്ങളുടെ എന്താ പറയുക പഠനത്തിന് ഉപരിയായിട്ട് കുറച്ച് ഒരു മണിക്കൂർ മാറ്റി വെക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. ഒരു 10 മിനിറ്റ് നിങ്ങൾ ഗ്രാമർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് ജസ്റ്റ് അതിനകത്തുള്ള ഒരു റൂള് പഠിക്കുക. ഒരു ദിവസം ഒരു റൂള്, ഗ്രാമറിന്റെ ഒരു റൂൾ ഒരു 10 മിനിറ്റ് എടുത്ത് പഠിക്കുക. കഴിഞ്ഞു. 10 മിനിറ്റിൽ വൊക്കാബുലറി ഒരു 5 വാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ 2 വാക്ക്, 10 മിനിറ്റ് ഒരു 2 വാക്ക്, ആ വാക്കിന്റെ അർത്ഥം, ആ വാക്ക് ഏത് സെന്റൻസ് ഉപയോഗിക്കുന്നു, കഴിഞ്ഞു. 10 മിനിറ്റിൽ ഇഡിയംസ്, ഒരു 2 ഇഡിയംസ് എടുക്കുക. ആ ഇഡിയംസിന്റെ യൂസേജ് എങ്ങനെയാണ്, അതിന്റെ അർത്ഥം എന്താണ് വരുന്നത്, എവിടൊക്കെയാണ് അത് ഉപയോഗിച്ച് കാണാറുള്ളത്. പിന്നെ 10 മിനിറ്റ് MCQs ചെയ്യുക കേട്ടോ. അതായത് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് MCQs കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ നോട്ട്ബുക്ക് റിവിഷൻ. അതായത് 5 മിനിറ്റിൽ ചെയ്യേണ്ടത് എറർ നോട്ട്ബുക്ക് റിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എറേഴ്സ് ഒക്കെ നോട്ട് ചെയ്യുന്ന ഒരു പുസ്തകം നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് only 40. അപ്പൊ ഇത് മൊത്തം നിങ്ങൾ നോക്കിയേ, എല്ലാം കൂടെ നോക്കി കഴിഞ്ഞാൽ 45-50 മിനിറ്റേ ഉള്ളൂ. ഇതൊരു മൈക്രോ വർക്കൗട്ടായി ഒരു ദിവസം.
1 മണിക്കൂർ തികച്ചായില്ല, ഒരു 50 മിനിറ്റ് മാറ്റി വെക്ക്. 10 മിനിറ്റിൽ ഈ പറയുന്ന ഒരു പുതിയൊരു ഫ്രേസ് പഠിക്കും, 10 മിനിറ്റിൽ പറയുന്ന പോലെ 2 വാക്ക് പഠിക്കും, 10 മിനിറ്റിൽ 2 ഇഡിയംസ് പഠിക്കും, 10 മിനിറ്റിൽ 1 ഗ്രാമർ റൂൾ പഠിക്കും. ഇങ്ങനെ മൈക്രോ വർക്കൗട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ശരീരത്തിന് മസിൽ വരണമെങ്കിൽ 2-3 മാസമൊക്കെ നമ്മൾ പോയി കഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഈ പറയുന്നൊരു മസിൽ വരുന്നത്. അതുപോലെ ഇതൊരിക്കലും വേസ്റ്റഡ് ആയി പോകുന്ന ഒരു കാര്യമല്ല. നിങ്ങളൊരു എഫേർട്ട് ഇട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫലം കിട്ടുകയേ ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രശ്നം എന്താണ്? വീക്ക് സ്റ്റുഡൻസിന്റെ കുഴപ്പം എന്നാണ്. വീക്ക് സ്റ്റുഡൻസ് ഫെയിൽ ബിക്കോസ് പല കുട്ടികളും തോറ്റുവാൻ കാരണം എന്ന് പറഞ്ഞാൽ ദേ സ്റ്റഡി ടു മച്ച് റാൻഡംലി. കുറെ ആർട്ടിക്കിൾസ് പഠിക്കും, കുറെ സബ്ജക്ട് വർപ്പിക്കും, പിന്നെ റാൻഡം ആയിട്ട് ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ദേ ബേൺ ഔട്ട്, പിന്നെ അങ്ങ് ക്ഷീണിച്ച് നിർത്തലാക്കും. ദേ സ്റ്റോപ്പ് കൺസിസ്റ്റൻസി ഇല്ലാതാവും. അറിയാലോ, കോമ്പറേറ്റീവ് എക്സാമിന്റെ വിജയം എന്ന് പറയുന്നത് എന്തിലാണ്? കൺസിസ്റ്റൻസിയിലാണ്. ദിസ് മെത്തേഡ് ബിൽഡ്സ് ഡെയിലി മൊമെന്റം. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ദിവസം നിങ്ങൾ 1 മാസം കഴിയുമ്പോൾ, നിങ്ങൾ എപ്പോഴും അതിന്റെ റിസൾട്ട് 1 മാസം കഴിഞ്ഞിട്ട് നോക്കും. 1 മാസം കഴിയുമ്പോൾ നിങ്ങളൊരു 100 വാക്ക് പഠിച്ചു, 1 മാസം കഴിയുമ്പോൾ 100 ഇഡിയംസ് പഠിച്ചു. വലിയ മാറ്റമാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയമാകുമ്പോഴോ നിങ്ങൾ 500 വാക്കും 500 ഇഡിയംസും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ സ്മോൾ ഡെയിലി റെപ്പറ്റീഷൻ ബീറ്റ്സ് മാസീവ് വീക്ക്ലി സ്റ്റഡി. കണ്ടില്ലേ, ചെറിയ രീതിയിൽ ഓരോ ദിവസം നിങ്ങൾ കൊടുക്കുന്ന ചെറിയ മാറ്റങ്ങൾ, അത് നിങ്ങൾ വീക്ക്ലി കൊടുക്കുന്ന വലിയ മാറ്റങ്ങളെക്കാൾ വലുതാണ്. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഒരു സാധനം പഠിക്കുന്നു, അതിരുന്ന് 2-3 മണിക്കൂർ പഠിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ഓരോ ദിവസം ഈ പറയുന്ന പോലെ 10 മിനിറ്റ് 12 മിനിറ്റ് വെച്ച് ഓരോ കാര്യത്തിന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? സോ ദ ലാസ്റ്റ് മിസ്റ്റേക്ക് റിവിഷൻ മെത്തേഡ്, അതുകൂടെ ഞാൻ പറയാം. നോർമൽ റിവിഷനേക്കാൾ വളരെ ഇഫക്റ്റീവ് ആയ ഒരു മെത്തേഡാണ് ദ ലാസ്റ്റ് മിസ്റ്റേക്ക് റിവിഷൻ മെത്തേഡ്. ഓക്കെ, ലാസ്റ്റ് മിസ്റ്റേക്ക് റിവിഷൻ മെത്തേഡ്. മോസ്റ്റ് സ്റ്റുഡൻസ് റിവൈസ്. കുട്ടികൾ എല്ലാവരും ചെയ്യാറുള്ള എന്താണ്? നോട്ട്സ് റിവൈസ് ചെയ്യും. അവർ ഏത് ചാപ്റ്റർ ആണോ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നോട്ട്സ് കളക്ട് ചെയ്യും, അത് റിവൈസ് ചെയ്യും, റൂൾസ് റിവൈസ് ചെയ്യും, ടെക്സ്റ്റ് ബുക്സ് റിവൈസ് ചെയ്യും. എന്നാൽ ഗ്രാമറിൽ ടോപ്പ് വരുന്ന ആൾക്കാർ ചെയ്യാറുള്ള പരിപാടി എന്താണ്? ദേ റിവൈസ് ദെയർ ഓൺ മിസ്റ്റേക്സ്. അവരുടെ തെറ്റുകളാണ് റിവൈസ് ചെയ്യാറുള്ളത്. പല ആൾക്കാരും ഇത് ചെയ്ത് കാണാറില്ല, അതുകൊണ്ടാണ് നിരന്തരമായ തെറ്റുകൾ വരാറുള്ളത്. പക്ഷെ ടോപ്പേഴ്സ് എപ്പോഴും ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യുന്നവർ അവരുടെ സ്വന്തം മിസ്റ്റേക്സ് റിവൈസ് ചെയ്യുന്നവരാണ്. ഓക്കെ, അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ, ഞാൻ പറഞ്ഞല്ലോ എറർ നോട്ട്ബുക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പം ഗ്രാമറൊക്കെ പഠിക്കുമ്പോൾ നോട്ട്ബുക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ്. മൈ ലാസ്റ്റ് 50 മിസ്റ്റേക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു നോട്ട് സൂക്ഷിക്കുക. അതിനകത്ത് നിങ്ങൾ സാധാരണ അതിനകത്ത് വരുന്ന തെറ്റുകളൊക്കെ ഒന്ന് കുറിച്ചിടുക. സോ വെനെവർ യു ഗെറ്റ് ആൻ MCQ റോങ് റൈറ്റ്, നിങ്ങൾക്കൊരു MCQ നിങ്ങൾ ചെയ്ത് തെറ്റിപ്പോയെങ്കിൽ ആ തെറ്റിയ സാധനം അവിടെ നിന്ന് എഴുതി വെക്കുക. ആ റോങ് സെന്റൻസ് എന്താണ്, അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്, അതിന്റെ റീസൺ എന്താണെന്ന് എഴുതി വെക്കുക. ഇത് മാത്രം റിവൈസ് ചെയ്താൽ മതി. മനസ്സിലായി? നിങ്ങളുടെ എറർ നോട്ട്ബുക്ക് മാത്രം റിവൈസ് ചെയ്യുന്നത് എത്രത്തോളം പവർഫുൾ ആയ സ്ട്രാറ്റജി ആണെന്ന് നിങ്ങൾക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് നിങ്ങൾ പഠിക്കുന്ന റൂൾസും ബുക്കും ടെക്സ്റ്റ് ബുക്കുകളും വാരി റിവൈസ് ചെയ്യേണ്ട. നിങ്ങൾ MCQs വർക്കൗട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു 5 എണ്ണം തെറ്റി, ആ തെറ്റിയ സാധനം എഴുതി വെക്ക്. എന്നിട്ട് അതിന്റെ കറക്റ്റ് ആൻസറും അതിന്റെ റീസണും എഴുതി വെക്ക്. എന്നിട്ട് അതിങ്ങനെ പൊക്കോണ്ടിരിക്കട്ടെ. എന്നിട്ട് 1 മാസം കഴിഞ്ഞ് അതൊന്ന് എടുത്ത് റിവൈസ് ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾക്ക് തെറ്റേ വരില്ല. അത്രയും ഇഫക്റ്റീവ് ആയ മെത്തേഡാണത്. ഓക്കെ, സോ ശ്രദ്ധിച്ചു നോക്കിയേ. ഡിസ്കസ് അബൌട്ട്, അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഡിസ്കസ്. കാരണം എന്താണ്? റിഡൻഡൻസി. ഈച്ച് ബോയ്സ് ആർ, കറക്റ്റ് ഉത്തരം എന്താണ്? ഈച്ച് ബോയ് ഇസ്, അതിന്റെ റീസൺ എഴുതുക. സീനിയർ ദാൻ, കറക്റ്റ് ഉത്തരം എന്താണ്? സീനിയർ ടു, അതിന്റെ റീസൺ എഴുതുക. ഇങ്ങനെ ഇത് എഴുതി സൂക്ഷിക്കുക. നമ്മുടെ മിസ്റ്റേക്സിന്റെ റീസണും കാര്യങ്ങളും കറക്റ്റ് ആൻസർ ഒക്കെ എഴുതി സൂക്ഷിക്കുക. ആ റിവിഷൻ ടെക്നിക്ക് എങ്ങനെയാണ്? എവറി നൈറ്റ് റിവൈസ് ഓൺലി മിസ്റ്റേക്സ്. ഓരോ ദിവസം നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്സ് മാത്രം റിവൈസ് ചെയ്യുക. ഫുൾ നോട്ട്സ് റിവൈസ് ചെയ്യാൻ നിൽക്കണ്ട. ബിക്കോസ് ദ ബ്രെയിൻ റിമെമ്പേഴ്സ് ഇമോഷണൽ എറേഴ്സ് ബെറ്റർ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഇമോഷണൽ എറേഴ്സ് ആണ് നിങ്ങളുടെ ബ്രെയിൻ പെട്ടെന്ന് റീറ്റെയിൻ ചെയ്യുന്നതും പെട്ടെന്ന് ഓർമ്മിക്കുന്നതും. സോ നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നീട് ഒരു മിസ്റ്റേക്ക് വരാതിരിക്കും. ഓക്കെ, സോ എന്താണ് ഈ മെത്തേഡിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇഫക്റ്റീവ് ആണെന്ന് പറയാൻ കാര്യം, സ്റ്റുഡൻസ് യൂഷ്വലി എന്താണ് അവർ ചെയ്യാറുള്ളത്? ദേ യൂഷ്വലി റിപ്പീറ്റ് സെയിം ഗ്രാമർ എറേഴ്സ്. കുട്ടികൾക്ക് എപ്പോഴും പറ്റുന്ന തെറ്റുകൾ സെയിം ഗ്രാമറാണ്, അതുപോലെ സെയിം സ്പെല്ലിംഗ് എറേഴ്സ്, സെയിം ട്രാപ്പ് മിസ്റ്റേക്സ്. അപ്പോൾ നിങ്ങൾ സാധാരണ വിദ്യാർത്ഥികൾ അവർ വരുത്തുന്ന തെറ്റുകൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാം സെയിം എറേഴ്സ് അല്ലെങ്കിൽ സെയിം സ്പെല്ലിംഗ് എറേഴ്സ്, സെയിം ട്രാപ്പ് മിസ്റ്റേക്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് ദിസ് മെത്തേഡ് അറ്റാക്സ് പേഴ്സണൽ വീക്ക്നെസ് പാറ്റേൺസ്. നിങ്ങൾ സാധാരണ വരുത്താറുള്ള നിങ്ങളുടെ വീക്ക്നെസ് പാറ്റേണിനെയാണ് ഈ മെത്തേഡ് റിവൈസ് ചെയ്യുന്നത്, ഈ മെത്തേഡ് നന്നാക്കിയെടുക്കുന്നത്. സോ ദാറ്റ് ക്രിയേറ്റ്സ് എക്സ്പ്ലോസീവ് ഇംപ്രൂവ്മെന്റ്, വലിയ ഇംപ്രൂവ്മെന്റ് അതുകൊണ്ട് സാധിക്കും. സോ ഇംഗ്ലീഷ്
വലിയ ഭീകരമായിട്ടൊരു കാര്യമാണ്, അത് പഠിച്ചെടുക്കാൻ പാടാണെന്ന് പറയുന്ന ആൾക്കാർക്കുള്ളതാണ്. നിങ്ങൾ തെറ്റ് വരുത്തുകയാണെങ്കിൽ അതൊരു നോട്ട്ബുക്കിൽ അത് കുറിക്കൂ. നിങ്ങൾ അന്നത്തെ ദിവസം രാത്രി ആ മിസ്റ്റേക്സ് നിങ്ങൾ റിവൈസ് ചെയ്യൂ. കാരണം നിങ്ങളുടെ ബ്രെയിൻ പെട്ടെന്ന് റിമെമ്പർ ചെയ്യാൻ സാധ്യത നിങ്ങൾ ഇമോഷണലി ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ആണ്. മനസ്സിലായി? അപ്പൊ നിങ്ങളുടെ പാറ്റേൺ നിങ്ങൾക്ക് എന്താ പറയുക, ഈ മെത്തേഡ് ആ നിങ്ങളുടെ പേഴ്സണൽ വീക്ക്നെസ് പാറ്റേണിനെയാണ് ഇല്ലാതാക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു നല്ല ട്രാക്കിൽ എത്താൻ സാധിക്കും. ഓക്കെ, സോ ഇതോടുകൂടി നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ആ കാറ്റഗറിയിൽ എങ്ങനെയാണ് പ്രയോറിറ്റി വൈസ് എത്ര ചോദ്യങ്ങൾ, എത്ര വെയിറ്റേജ്, അങ്ങനെ ഞാൻ ഒരു 3 പാർട്ടായിട്ട് തിരിച്ചു തന്നു. പിന്നീട് അതോടൊപ്പം 3 ടയറായിട്ട് തിരിച്ചു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടതെന്നുള്ളത്, അതിന് എക്സ്പെക്റ്റഡ് മാർക്കിന്റെ വെയിറ്റേജും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എങ്ങനെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, എങ്ങനെ വീട്ടിലിരുന്ന് സെൽഫായിട്ടൊക്കെ പഠിക്കാൻ പറ്റും, അതിൻ്റെ കുറച്ച് മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇതോടൊപ്പം ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഞാൻ. മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.